ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. മഴവെള്ളം വീണിട്ടില്ലേ, ചെടിച്ചട്ടീനകത്തുള്ള മണ്ണൊക്കെ പുറത്തേക്ക് വീണിട്ട് അപ്പടെ ചളിവിളിയായിരുന്നു അവിടെ. ഞാൻ രാവിലെ തന്നെ 2-3 ബക്കറ്റ് വെള്ളമൊക്കെ കൊണ്ടുപോയി ചോദിച്ചതാണ്. അവിടെ ഇങ്ങനെ ചളിയാകുമ്പോൾ എന്തോ പോലെ. അങ്ങനെ ടെറസൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ട്. ഇപ്പം മഴ കുറച്ചൊന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഴയില്ല, പെയ്ത വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ടൗണിലേക്കൊന്നും പോയിക്കൂടെ, അപ്പാടെ ചളിയും വെള്ളവും ഒക്കെയാണ്. ഇന്നലെ ഞങ്ങൾ എൻ്റെ ഫോണിൻ്റെ ക്രോമയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നേ, ഫോണിൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ വരുമ്പോഴത്തേക്ക് അപ്പടെ ഞങ്ങൾ നനഞ്ഞു കുളിച്ചു. ബൈക്കും കൂടി ആകുമ്പോൾ ഇല്ലേ ഇങ്ങനെ ഓട്ടുമ്പം വെള്ളം ഇങ്ങനെ തെറിക്കും. അങ്ങനെ ഇന്ന് രാവിലെ വെള്ളയപ്പവും ഗ്രീൻ പീസിൻ്റെ കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛന് പോകണം, അതുകൊണ്ട് വേഗത്തിൽ ചായയും ഒക്കെ ആക്കണം. അപ്പുറം മഴയും കൂടി ആകുമ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവും. അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ ആരും വന്നിട്ടില്ല. അടുത്തൊരു പ്രാവശ്യം പോസ്റ്റിംഗ് ഇല്ലേ, ഇവിടുന്ന് ഒത്തിരി പേര് പോസ്റ്റിംഗ് പോകുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ഫാമിലി ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാമിലീനെ കൊണ്ടുവരാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആരെയും വരുമെന്നൊന്നും അറിയത്തില്ല. ബാക്കിയുള്ള ക്വാർട്ടേഴ്സിലൊക്കെ എല്ലാവരും വന്നിട്ടോ, ഈ ഒരൊറ്റ ക്വാർട്ടേഴ്സ് ഒഴിവുള്ളൂ. ഇവിടെ ഇപ്പം ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞാനിത് നമ്മുടെ വെള്ളാപ്പത്തിൻ്റെ ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേങ്കിൽ അധികം അങ്ങോട്ട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല. പക്ഷെ നല്ല വെള്ളാപ്പമായിരുന്നു കേട്ടോ. പൊങ്ങി വന്നിട്ടില്ലെങ്കിലും ഞാൻ ഇതിൽ കുറച്ച് ഈസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയും തണുപ്പൊക്കെ ആകുന്ന സമയത്ത് ഇതങ്ങ് ഇങ്ങനെ ശരിയായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ ഈസ്റ്റ് അങ്ങനെ ചേർക്കാറില്ല. ഇപ്പം അമ്മ വരുമ്പം കൊണ്ടുവന്നതാണ് ഈസ്റ്റ്. ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഗ്രീൻ പീസ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെ വിളിക്കുന്നത്. ഞാൻ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏട്ടൻ അവളെ കുളിപ്പിച്ച് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാം കൂടെ എനിക്ക് നടക്കില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരവുന്നുണ്ട്. ഇനിയിപ്പം കറി വയ്ക്കണം. അവൾക്ക് കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചു വെള്ളപ്പം കുറച്ച് കട്ടിയിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അനാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബദാം വാങ്ങിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും ഇതിൽ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കുകയെന്നൊന്നും. ഞാൻ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ കൊടുത്തിട്ടുള്ള വീഡിയോസൊക്കെ നോക്കി. അവൾ കഴിക്കുന്ന സാധനമൊക്കെ അല്ലേ ഞാൻ കൊടുക്കുമ്പോൾ ടീച്ചർ പറയും ഇതൊന്നും വേണ്ട, ഹെൽത്തി ആയിട്ടുള്ള വേണം. അവൾ ഈ ഒരു റാഗി അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ സാധാരണ ഇവിടുന്ന് കൊടുക്കുക. അവർ പറയുന്നത് ചെറുപയർ പുഴുങ്ങിയിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ, അതൊന്നും അവൾ കഴിക്കത്തേ ഇല്ല. അപ്പം ടീച്ചർ പറഞ്ഞു ഒരിക്കലൊന്ന് കൊടുത്ത് നോക്ക്, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവൾ പുറപ്പെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഏട്ടനാണ് കൊണ്ടുപോകാറ്. ഇന്ന് കരഞ്ഞതിനെ കൊണ്ട് എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഞാനും കൂടെ പോയി കേട്ടോ. ഇവിടെ നിന്നുള്ള കരച്ചിലേ ഉള്ളൂ, അവിടെ എത്തിയ കരയൊന്നുമില്ല. അവിടെ എത്തിയ പിന്നെ മൈൻഡ് ആക്കൂല നമ്മളെ, അങ്ങ് നടന്നങ്ങ് പോയിക്കോളും. അവിടെ എത്തുക കണ്ടോ, അവൾ കരയുന്നൊന്നുമില്ല അവിടെ എത്തിയപ്പോൾ. ഇവിടുന്ന് രാവിലെ എണീറ്റ് കുളിക്കാനൊന്നും പ്രത്യേകിച്ച് മടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ഒരു യൂണിഫോം ഒക്കെ ഇടുമ്പോൾ ഒക്കെ ഒരു സങ്കടം എന്തോ ആണ്. അങ്ങനെ ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ വിടൂല. നമ്മളെ കുട്ടീനെ എടുത്ത് അങ്ങനെ അതൊന്നും അവർ വിടൂല. അവരവിടെ ആയമാരവിടെ നിൽക്കുന്നുണ്ടാവും. അവർ കൈ പിടിച്ചങ്ങ് കൊണ്ടുപോയിക്കോളും. അതും ക്ലാസ്സിലേക്ക് ആക്കി കൊടുക്കത്തില്ല. അച്ഛൻ്റെ ക്ലാസ് അങ്ങ് ദൂരെയാണ്. അവരില്ലേ ആ പകുതിയിൽ വെച്ചിട്ട് അവളോട് ക്ലാസ് പോയിക്കോ പറയും. അവൾ ഒറ്റയ്ക്ക് പോകുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ സങ്കടം പോലെ. 3 വയസ്സ് 1 മാസം ആയിട്ടേ ഉള്ളൂ എൻ്റെ മോൾക്ക്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഏട്ടനോട് മതി, നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വിടാമെന്ന്. അങ്ങനെ ഏട്ടനും ഞാൻ തിരിച്ച് വന്ന് ചായയൊക്കെ കുടിച്ച് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് ചോറൊക്കെ വെക്കണം. കടല കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലേനെ കൊണ്ടൊരു തോരൻ പോലെയൊക്കെ ആക്കാൻ വിചാരിച്ചു. തേങ്ങ വറുത്തൊക്കെ അരച്ചിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇത് കാണുന്നവർക്ക് സ്ഥിരം കണ്ട് മടുത്തിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ അമ്മ വരുമ്പം ഉണക്ക മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉണക്ക ചെമ്മീനും അതേപോലെ തന്നെ ഉണക്ക മുള്ളനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടന് അങ്ങോട്ട് യൂണിറ്റിലേക്ക് അതൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ സ്മെല്ല് വരുന്നതിനെ കൊണ്ട് ഈ ഒരു ഹിന്ദിക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ ഇറച്ചി മീനൊന്നും കൂട്ടാത്തവരാ. അവർക്ക് ഇതിൻ്റെ സ്മെല്ല് പോലും ഒട്ടും പറ്റത്തില്ല. നമ്മൾ വെറുതെ അവരെ ഡിസ്റ്റർബ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചേട്ടൻ കൊണ്ടുപോകാറില്ല. അപ്പോൾ കായിൻ്റെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കായും പിന്നെ ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് വറുക്കുന്നുണ്ട്. തേങ്ങ വറുത്തിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അത് കടലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കടലേൻ്റെ സംഭവം അവിടെ റെഡിയായി. പിന്നെ ഉപ്പേരി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പച്ചക്കായി അതും പിന്നെ ക്യാരറ്റും ഉള്ളിയും തേങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഉപ്പേരിയാണ്. നച്ചു വരുമ്പോഴത്തേക്ക് ചോറും കറി ആവത്തേ ഉള്ളൂ. അവൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അലക്കുകയും തുടയ്ക്കുകയും ഒക്കെ ചെയ്യുക. ചോറും കറി ആവത്തേക്ക് തന്നെ സമയം അങ്ങ് പോകുന്നുണ്ട്. ഇപ്പോൾ വേഗം സമയം പോകുന്നുണ്ടോ എന്ന് അറിയില്ല. അവൾ ഇവിടെ ഉള്ള സമയത്തില്ല എനിക്ക് ഒട്ടും തന്നെ സമയം പോകത്തില്ലായിരുന്നു.
ഇങ്ങനെ ബാക്കി കുറേ സമയം ഉണ്ടാവുമായിരുന്നു. ഏട്ടന് ഈ ഒരു ചോറാക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് അലക്കലും അതേപോലെ തന്നെ ചില സമയത്ത് തുടയ്ക്കലും ഏതെങ്കിലും ഒന്നങ്ങ് കഴിഞ്ഞു പോകുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ചോറാക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ 11 മണിയാവും. അങ്ങനെ ഇതാ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനകത്ത് തന്നെ വെള്ളമൊക്കെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം. നല്ല രസമാണ് ഇതും കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറും കറികളും ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചമ്മന്തിയൊക്കെ പൊടിച്ചിട്ടുണ്ട്. പിന്നെ മോരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും ചോറെടുത്ത് വെക്കണം. മുടിയൊക്കെ വന്ന് കെട്ടി വെച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ പോകാൻ. അപ്പം 11:30 ഏട്ടൻ്റെ ബസ് 12 മണിക്കാണ് പോവുക. പക്ഷേങ്കിൽ അവളെ കൂട്ടേണ്ടതിനെ കൊണ്ട് ഞാൻ 11:30 ആകുമ്പോഴത്തേക്ക് അവിടെ ചോറ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് നേരെ അവളെ സ്കൂളിലേക്ക് പോവും. അവിടെ കുറച്ച് സമയം ഗേറ്റിൻ്റെ പുറത്തിരിക്കും അവൾ വരുന്നവരെ. അങ്ങനെ ബുക്കൊന്നുമില്ല. ഒത്തിരി ബുക്ക് ഉണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ അവൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് ഡെയിലി എടുത്തുകൊണ്ട് പോകാൻ. നോക്കുമ്പം കഴിഞ്ഞ ദിവസം ടീച്ചർ ബുക്കൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചു. ബുക്കൊക്കെ അവിടെ തന്നെ വെക്കില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കൊടുക്കണം. വന്നിട്ട് വേണം ബാക്കി പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് 2-3 വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പ്രമോഷൻ വീഡിയോസും ഉണ്ട്, അല്ലാണ്ട് ഉള്ള ഇതൊക്കെ ചെയ്യാനുണ്ട്. മുടി നല്ലോണം ഇപ്പോൾ കൊടിയുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇപ്പം ഞാൻ തലയിലൊന്നും ഇപ്പോൾ ഒന്നും തേക്കലില്ല. മറ്റു റോസ്മേരി വാട്ടറും അതേപോലെ ഫ്ലാക്സ് സീഡൊക്കെ തേക്കലുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സമയമില്ല, ഒന്നും തേക്കില്ല. ഇന്ന് മുടിയിൽ എന്തെങ്കിലുമൊക്കെ തേക്കണം. മുടി കൊഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ഒരേ കൊഴിച്ചിലായിരിക്കും. അങ്ങനെ ഞാനിതാ ചോറും കൊണ്ടുപോവാണ്. ഇനി നച്ചു വന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഒന്ന് താഴെ ഒന്നും പോകാണ്ട് ഗാർഡനിൽ കുറച്ച് ദിവസമായിട്ട് ഇവളെ കളിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് അവളെ താഴെ കളിക്കാനൊക്കെ കൊണ്ടുപോകണം ഒക്കെ വിചാരിക്കുന്നത്. നടക്കുമെന്നറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവളെ ഉറക്കാൻ കിടത്തുമ്പോഴല്ലേ ഞാനും കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ എനിക്ക് അപ്പോൾ പിന്നെ ഒരു സമയം അങ്ങ് വഴുകിയിട്ട് പിന്നെ ഞങ്ങൾക്ക് പോകാനും പറ്റില്ല. ഇവിടുന്ന് ഒത്തിരി പേരുണ്ട് ഈ ഒരു സ്കൂൾ. പക്ഷേങ്കിൽ സമയം മാറ്റാണ്. ചിലർ ഗുജറാത്തി മീഡിയമാണ്, ചിലർ ഉച്ചക്കത്തെ ആണ്. ഞങ്ങൾ രാവിലത്തെയാണ് എടുത്തത്, ഇംഗ്ലീഷ് മീഡിയം. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ആയാലും എന്തായാലും ഗുജറാത്തി പഠിക്കേണ്ടി വരും തോന്നണം. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പം പറഞ്ഞു, ടീച്ചർ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വിളിപ്പിച്ചു. ജൂനിയർ KGയിലുള്ള പാരൻസിനൊക്കെ വിളിപ്പിച്ചു. അവിടെ നിന്നൊരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് തന്നെ ബാഗ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ ഓൾറെഡി 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് സ്കൂളിൽ നിന്ന് ബാഗ് കൊടുത്തിട്ടുണ്ട്. നച്ചുവിൻ്റെ ക്ലാസ്സാണ് കേട്ടോ അത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അലക്കി ആണിപ്പോൾ അത് വിരിച്ചിടണം. ചെറിയ രീതിയിൽ വെയിലുണ്ട്. അപ്പോൾ അവർ വെയിലിനൊന്ന് വെള്ളമൊക്കെ ഒന്ന് ആറിക്കിട്ടിയാൽ ബാക്കി അകത്ത് കൊണ്ടുവച്ച് വിരിച്ചിടാലോ വിചാരിച്ചു. മറ്റേ അകത്ത് മാത്രം വിരിച്ചിടുമ്പം ഭയങ്കര ഒരു സ്മെല്ലൊക്കെ വരുന്നു, ഒരു ഈർപ്പത്തിൻ്റെ മണമൊക്കെ. അപ്പം പുറത്തുനിന്ന് ഇട്ടിട്ട് കാറ്റും ചെറിയ വെയിലും ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിക്കിട്ടുമല്ലോ. എന്നിട്ട് ബാക്കി അകത്ത് കൊണ്ടുവച്ച് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നച്ചു എനിക്ക് ഇതിന് കുത്തുന്ന ക്ലിപ്പും ഒക്കെ എടുത്തുകൊണ്ട് തരുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പം കുറച്ചും കൂടെ ക്ലിപ്പൊക്കെ വാങ്ങിച്ചതാണ്. ഇപ്പം നല്ലോണം മഴയായിരിക്കും. മഴയായി കഴിഞ്ഞാൽ പിന്നെ ക്ലിപ്പിൻ്റെ മഴയെ മാത്രമല്ല, ഇവിടെ നല്ല രീതിക്ക് കാറ്റും വരും. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നച്ചു ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പല്ലവിയൊക്കെ പോയിട്ട് പല്ലവിക്കേണ്ട ഒരു അഡ്രസ്സും ഇല്ല. എവിടെന്നെങ്കിലും ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. വീഡിയോ കാണും, ഫോണിൽ വിളിച്ചു നോക്കിയിട്ട് ആ ഒരു ഫോണിൽ കിട്ടുന്നില്ല. എന്താ സംഭവം ഒന്നും അറിയത്തില്ല. ആ ഒരു നമ്പറിൽ അവരെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ നമ്പറായിരുന്നു, അമ്മേൻ്റെ ഫോണായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ആ ഒരു ഫോൺ അവർ കൊണ്ടുപോയോ ഒന്നും അറിയത്തില്ല. അവരെ ഫോണ് മറ്റവർ തല്ലിപ്പൊട്ടിച്ചിട്ട് പലവയ്ക്കനെടുത്ത ഫോണൊന്നുമില്ല. അപ്പോൾ എന്താ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാവേ. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം.